എന്റെ തീറ്റയിൽ നിന്ന് അയൽവക്കത്ത് പോയി മൊട്ടയണല്ലേ നീയ. അടുത്ത വിഷുവിന് തട്ട് ഞാൻ നിന്നെ. ഓ, ഈ പണ്ടാരങ്ങളെ കൊണ്ട് തോറ്റു. എത്ര തിന്നാൻ കൊടുത്താലും കിടന്ന് ബഹളമാണ്. എനിക്കേ ഇനി നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ, മനസ്സിലായാ? ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണം പുറത്തെ പണിക്ക് പോവാൻ. പോരാത്തിന് ഇന്ന് ഞായറാഴ്ചയും നടു നിവർത്താൻ ഇന്ന് നേരമില്ല. ഈ അമ്മ ഇതുവരെ എഴുന്നേറ്റില്ലേ? അമ്മേ, എന്തോടി രാവിലെയാണ് ചിലക്കുന്നത്? ഞായറാഴ്ചയാണെങ്കിലും ബാക്കിയുള്ള കിടത്തി ഉറക്കൂല. ഇങ്ങനെ ഒരു പിശാശ് ഒറ്റയ്ക്കെന്ന് വർത്തനം നടക്കുന്ന ഒരു വട്ടണ്ടാ. ഓ, ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കുടുംബത്തിനെ കുറിച്ച് എന്തെങ്കിലും വിചാരമുണ്ടോ മനുഷ്യ? അടുക്കളയിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടോ? ഞാനീ കണ്ടവന്റെ എച്ചിൽ പാത്രം കഴുകി ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കണു. എടി, എനിക്ക് പണിയെടുക്കാൻ പാടില്ല, നിനക്ക് അറിയാൻ പാടില്ലേ? എനിക്ക് വിയർപ്പിന്റെ അസുഖമാണി. നീ ഇതൊന്നും മറന്നുപോയോ എന്റെ വിമലെ? പണ്ടെങ്ങനെ ധാരാണ്ട് പറഞ്ഞെന്ന് കരുതി നമ്മുടെ കുടുംബം എങ്ങനെ കഴിയും? 2 പെൺകുട്ടികളാ വളർന്നു വരുന്നത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല വിചാരമുണ്ടോ? നിങ്ങൾക്ക് എന്താ 24 മണിക്കൂറും കുടിച്ചു നടന്നാ മതിയല്ലോ. വരും വരാകിയെ കുറിച്ച് എന്തെങ്കിലും വിചാരമുണ്ടോ? അവരുടെ കാര്യം വരുമ്പോ ഒക്കെ നടക്കും. നീ നോക്കിക്കോ, ഞാൻ ചിലതെല്ലാം കരുതിയിട്ടുണ്ട് അങ്ങ് ഷാപ്പില്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ കുടുംബശ്രീ ലോണൊന്നും ശരിയായെങ്കിൽ ഈ വീട്ടിൽ നിന്നൊന്ന് മാറായിരുന്നു. നിങ്ങൾക്ക് നല്ലൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ടടി. പക്ഷെ കുടുംബശ്രീ വഴി കിട്ടുന്ന ഒരു സഹായവും ഈ രാജപ്പന് വേണ്ട. എടി, നിങ്ങൾ പരദൂഷണം പറയാനുള്ള പരിപാടിയല്ലേടി ഈ കുടുംബശ്രീ? അല്ലാതെ ഈ സംഘടനയോട് നിനക്ക് നിന്റെ കൂട്ടുകാർക്ക് വല്ല മെച്ചമുണ്ടോ? പനത്തിനും പറയരുത്. നിങ്ങളെ നഗരോപജന മിഷൻ പദ്ധതിയിലെ ഉൾപ്പെടുത്തി ഓട്ടോറിക്ഷ പഠിപ്പിക്കാൻ കൊടുത്തേക്കണേണ്. ഇതെങ്ങനെ ആ സാവത്രി കേട്ടാലേ അതോടെ തീരും. ചുറ്റു ശത്രുക്കളാ. ഒന്ന് പോടി അവിടുന്ന്. പിന്നെ ഓട്ടോ ഓടിക്കാത്തതിന്റെ കുഴപ്പമുള്ളൂ. നിങ്ങൾ ഇതിന്റെ പുറകെ സമയം കളാതെ വേറെ വല്ല പണിയുണ്ടോ നോക്കടി. അവളുടെ ഒരു കുടുംബശ്രീ സ്നേഹം. നീ ആ പല്ലിയേക്കാളുള്ള സാധനം കെടുത്തി എനിക്കൊന്ന് പുറത്തേക്ക് പോകണം. ഇന്നേ ഞായറാഴ്ചയാണ്. ആരെങ്കിലും ചാക്കിട്ട് പിടിച്ചിട്ട് വേണം ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കാൻ. പണിക്കും പോണ്ട, വേലയ്ക്കും പോണ്ട, കുടിക്കാനൊരു വിറപ്പിന്റെ ശല്യമില്ലല്ലോ. എന്റെ ഒരു തലവീതി. അമ്മേ, ഒന്ന് എഴുന്നേക്കമ്മേ, എനിക്ക് പോവാൻ സമയായി. ഓ, കിടത്തരുത്. ഒറ്റ ദിവസവും മനുഷ്യനെ കിടത്തരുത്. ഇന്ന് ഞായറാഴ്ചയല്ലേ, വയസ്സായ തള്ളയല്ലേ, അവര് ഇച്ചിരി നേരം കൂടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കല്ല. ആര് നിക്കണ്? ഒരു മണുമോണാഞ്ചൻ രാജപ്പൻ. നിന്റെ നോട്ടക്കുറവാണ് അവളിങ്ങനെ തൊടല് പൊട്ടിക്കണത്. ആവശ്യമില്ലാത്ത പറയരുത്. തൊടല് പൊട്ടിക്കാൻ ഞാൻ എന്താ പട്ടിയാണാ? അല്ലേലും എനിക്കറിയാം ഈ വീട്ടിൽ ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു പട്ടിയുടെ വില പോലും ഇല്ല. രാവിലെ നീ എന്നോട് വഴക്കിന് കണ്ടുവല്ല പണിക്കുമ്പോടി. ഓ, ഈ വീട്ടിൽ എനിക്കൊന്നും ഉണ്ടാൻ പാടില്ല. നിന്റെ കെട്ടിയോന്റെ തള്ളയടി ഞാൻ. ഈ നാട്ടുകാര് മുഴുവനെ എന്നെ കാറ്റായിനി എന്ന് തികച്ചു വിളിക്കൂല. ആ എന്നെക്കാരന് മൂപ്പിക്കാൻ നിൽക്കരുത്. ആഹാ, നീ രാവിലെ അമ്മയോട് യുദ്ധത്തിനേക്കാണ്ട് പണിക്ക് പോവാൻ നോക്കടി. അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലേ? നിന്നെ കൊള്ളാന്നിട്ടടാ രാജപ്പ. അല്ലെങ്കിൽ അവളിങ്ങനെ അഴിച്ചിട്ട് വളർത്തോ? അഴിച്ചൂടാ ഞാൻ എന്താ തള്ളേ? വല്ല പശു ആടാണോ? ഈ കുടുംബത്തില് തീ പോകുകയാണെങ്കിലേ ഞാൻ പണിക്ക് പോണം. ബാക്കിയുള്ളവർക്ക് എന്നും ആട്ടുതിപ്പ് മാത്രം. അമ്മയ്ക്ക് കാലത്തേനെ അവളോട് വഴക്കുണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടാമേ. പോരാത്തന്ന് ഞായറാഴ്ച 3 വീട്ടിൽ നിന്ന് അവൾക്ക് പണിയുള്ളതാ. കണ്ടാ അവൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനായി എല്ലാത്തിനും കുറ്റക്കായി. അവളെ വീട്ടിലിരുത്തിക്കൊണ്ട് അവന് വല്ല പണിക്കും പോക്കൂടെ? പോകൂല. തടി അനങ്ങാണ്ട് കാര്യം നടക്കണം. പെൺകൊന്തൻ. അമ്മേ, കഞ്ഞി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടാ. ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട്. കറി അടുപ്പത്തിരിക്കാ, നോക്കിക്കോളണോട്ടാ. പിള്ളേരെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് കഞ്ഞി കൊടുക്ക്. അമ്മയും കുടിക്കേ, ഞാൻ പോവാ. എന്താ മെമ്പറെ ഈ വഴിക്ക്? രാജപ്പന്റെ വിമലെ അവിടെ? ഞാൻ പോരുമ്പോ പല്ലം തെച്ച് നിപ്പുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അവനെ ശരിക്കൊന്ന് ഉപദേശിക്കുന്നുണ്ട്. എന്റെ പൊന്നു മെമ്പറെ, അങ്ങേരെ ഞാൻ കെട്ടിയ കാലം മുതലേ ഉപദേശിക്കണതാ. ആര് കേൾക്കാൻ? പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമല്ലോ ഉണ്ടോ? വിമല വിട്ടോ,
നമ്മുടെ വാർഡിൽ ഒരുത്തന് അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ. വിമല പോയിക്കോ, ഞാനൊന്ന് നോക്കട്ടെ. ശരിയാ, ആയിക്കോട്ടെ. പിന്നെ അവള് സർക്കാർ ഉദ്യോഗത്തിന് പോണല്ലേ, കറി നോക്കി കാണാൻ. പരിപ്പല്ല കറി. വായ്ക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? അതൊക്കെ സാവിത്രിയുടെ വീട്ടില് പുട്ട്, കടല, ഇഡ്ഡലി, ഇടിയപ്പം എന്തൊക്കെയാണ്. അല്ല, അവള് ഇവിടെ പോലെ ജോലിക്ക് പോണവളല്ലേ? വായ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കണമെങ്കിലേ വയറ്റ് ഭാഗ്യം വേണം. നമുക്കതില്ല. അമ്മ ഉദ്യോഗത്തിന് പോയി. നീ ചേച്ചനെ വിളിക്ക്, പല്ലി അയക്കാൻ തട്ടി. അമ്മ ചേച്ചി, ചേച്ചി, ഇവിടെ ആരുമില്ലേ? ആരാണാവോ? ദേ വന്ന്. എന്താ മോളെ, എന്തു വേണം? ഇവിടെ ആരുമില്ല, ഞാനും പിള്ളേരും മാത്രമേ ഉള്ളു. അമ്മേ, ഞാൻ ഉണക്കമീൻ വിൽപ്പനയ്ക്ക് വന്നതാ. ഉണക്കച്ചെമ്മീനുണ്ട്, നെത്തോലിയുണ്ട്, കൊഴുവയുണ്ട്. വേണോ അമ്മച്ചി? സഹായത്തിന് തരാം. വേണ്ട മോളെ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മോനും അവന്റെ പെണ്ണൂടി ഇല്ല. എന്റേലാണ് ഈ പൈസയും ഇല്ല. വേണ്ട മോളെ, മോള് കൊണ്ടുപോക്കോ. പൈസ അടുത്ത ആഴ്ച തന്നാ മതി അമ്മേ. ഞാൻ ചെറായിന്ന് വരുന്നതാ. ഞങ്ങൾ സ്വന്തമായിട്ട് ഉണക്കുന്നതാ, അല്ലാതെ മേടിച്ചു വിൽക്കുന്നൊന്നല്ല. അമ്മ ആവശ്യത്തിന് എടുത്തോളൂ, പൈസ പിന്നെ തന്നാ മതി. എന്നാലും വേണ്ട മോളെ, എന്റെ മരുമോക്ക് അത് ഇഷ്ടാവൂല. ഉണക്കമീൻ എനിക്ക് വലിയ കാര്യമാണ്. ഇവിടെ എന്നും പരിപ്പാണ്. മോള് പോയിക്കോ, വേണ്ട. എനിക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം തരൂ അമ്മേ. വല്ലാത്ത ദാഹം. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അച്ഛൻ കുറെ നാളായിട്ട് തളർന്നു കിടപ്പാം. അമ്മ മീൻ മേടിച്ച് വിൽക്കും. ഞാൻ കുറെ പഠിച്ചതാ, ജോലിയൊന്നും കിട്ടിയില്ല. എങ്കിൽ പിന്നെ ഇത് വിൽക്കാന്ന് വിചാരിച്ചു. ആരെയും ബോധിപ്പിക്കണ്ടല്ലോ, സ്വന്തം മുതലല്ലേ. മോളിരിക്കേ. അമ്മിണി, ഉണക്കവിന്റെ മണം കേട്ട് എന്താണ്? ആ സാവിത്രിയുടെ വീട്ടിലെ പൂച്ചയാണ്. അവൾ അതിന്റെ ഇടയിൽ ഇങ്ങോട്ട് വാടി. കടിക്കല്ലേട്ടാ. ഇനി വെള്ളം വേണോ മോൾക്ക്? അല്ലെങ്കിൽ ഇത്തിരി കഞ്ഞി എടുക്കട്ടെ? വേണ്ടമ്മേ, ഇനി ഒത്തിരി വീട്ടിൽ പോവാനുണ്ട്. അയ്യോ, ഞായറാഴ്ചയല്ലേ, ഉച്ച കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും. ഇത് അമ്മച്ചി എടുത്തോ. വേണ്ട മോളെ. പൈസയൊന്നും വേണ്ട. ഇത് അമ്മച്ചിക്കുള്ള എന്റെ സമ്മാനാ. ഒരു പരിചയമില്ലാത്ത എന്നോട് കഞ്ഞി വേണോന്ന് ചോദിച്ചില്ലേ, അതിനിതിരിക്കട്ടെ. പോട്ടെ അമ്മച്ചി. ശരി മോളെ. ആരാ അമ്മേ അത്? അതൊരു കച്ചവടത്തിന് വന്ന പെണ്ണാണ് മോനെ. എന്റെ അമ്മേ, മെമ്പർ. അല്ല, ഇതാര് മെമ്പറോ? ഈ വഴിയൊക്കെ അറിയോ? കാർത്തിയാനിയമ്മേ, അങ്ങനെ പറയരുത്. തിരക്കല്ലേ, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അല്ല, രാജപ്പനില്ലേ ഇവിടെ? അവനിവിടെ ഉണ്ടായിരുന്നല്ല. എന്നാ എന്നെ കണ്ടിട്ട് ഓടിക്കാണും അവൻ. സ്ത്രീകൾക്കെതിരെയുള്ള അവന്റെ പെരുമാറ്റം വളരെ കൂടുതലാണ്. സ്ത്രീകൾ സമൂഹത്തിന്റെ വിളക്കാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരുത്തിയുണ്ട്, കരിന്തിരിയാണ്, കരിന്തിരി. എന്റെ മെമ്പറെ, അവൾ എന്നെ എന്റെ മോനെ വില വെച്ചിട്ടില്ലെന്ന്. വലിയ പണിക്കാരത്തിയല്ലേ. അവനെ കൂടെ കൊള്ളൂലാഞ്ഞിട്ടാണ് മണുമൊണാഞ്ചൻ. നിങ്ങൾ അങ്ങനെ പറയരുത്. രാജപ്പനെ പറ്റി പരാതി കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മെമ്പറുടെ ആര് പറഞ്ഞു ഈ ആനന്നോണ? എന്റെ മെമ്പറെ, എന്റെ മോനായോണ്ട് പറയണതല്ല. അവനെ പോലത്തെ തങ്കപ്പെട്ടൊരുത്തൻ ഈ പഞ്ചായത്തിലുണ്ടാവൂല. ആ പണ്ടാരം പിടിച്ചവളെ കെട്ടി എന്റെ ചെറുക്കന്റെ കോലം കണ്ട, താടിയും വളർത്തി മുടിയും വളർത്തി. എന്റെ ചെറുക്കനെ കണ്ടാൽ അറിയോ മെമ്പറെ? എന്നാ ശരി, ഇപ്പൊ ഞാൻ പോകുന്നു. അവനോട് പറഞ്ഞേരെ, വിമല പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ ഈ പഞ്ചായത്തിൽ നിന്ന് ഞാൻ ചാടി. എന്നോടാണ് കളി. ആഹാ, ഒരു പഞ്ചായത്ത് എടുക്കാൻ പറ്റുന്ന ഒരാള് അല്ലേ? എന്റെ അമ്മേ,
തള്ളക്ക് വല്ല കാര്യം അവളോട് രാവിലെ യുദ്ധത്തിന് നിൽക്കാനായിട്ട് അതിൽ അവള് മെമ്പറോട് പോയി പരാതി പറഞ്ഞത്. നീ എന്തിനാ അയാളെ കണ്ടപ്പോ ഓടിയത്? ഞാൻ ഓടിയതല്ല, മെമ്പറിനെ കണ്ടപ്പോ അകത്തേക്കൊന്നും വലിഞ്ഞതല്ലേ. അയാളെ എന്നെ പോലീസിനോട് വിളിപ്പിക്കുന്ന കവല മുഴുവൻ പറഞ്ഞേക്കുവാ. നമ്മളെന്തിനാണ് രാഷ്ട്രീയക്കാരെ പണക്കുന്നത്? അമ്മേ, അമ്മയുടെ പൈസ ഇരിപ്പുണ്ടോ അമ്മേ? നാളെ തരാമേ, സത്യായിട്ട് തരാന്ന്. കാശല്ല നിനക്ക് കോ എന്നെ കൊണ്ട് പാറിപ്പിക്കണം. മാറിക്കങ്ങട്. 10 പൈസ കൊടുക്കൂല, പണ്ടാരം പിടിച്ചള്ള. പ്രിയപ്പെട്ട അംഗങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് കുടുംബശ്രീ വഴി നമുക്ക് ലഭിക്കുന്ന സഹായം നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നും ആദ്യം അപേക്ഷിച്ച 5 പേർക്ക് ലിങ്കേജ് വായ്പ അനുവദിച്ചു വന്നിട്ടുണ്ട്. അതിൽ 2 പേർക്ക് സ്വയം തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് പഠിപ്പിക്കാനും തീരുമാനമായ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അല്ലല്ലതെ, ഈ 2 പേര് ആരൊക്കെയാ? ഞാനും അപേക്ഷ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും അറിയണമല്ലോ ഇത്. നീ മാത്രമാണോ അപേക്ഷിച്ചേക്കണ? ഞങ്ങളും അപേക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ബഹളം വെക്കല്ലേ, ഞാൻ ഒന്ന് പറയട്ടെ. ഓട്ടോ പഠിപ്പിക്കാനുള്ള 2 പേർ, ഒന്ന് വിമലയുടെ ഭർത്താവ് രാജപ്പനും മറ്റൊന്ന് ഫാത്തിമയുടെ ഭർത്താവ് മമ്മദിനുമാണ് പാസ്സായിരിക്കുന്നത്. ഞാനും ആദ്യം അപേക്ഷയാണല്ലോ അല്ലതെ. ഇത് വലിയ ചതിയായി പോയി. ഇനി അങ്ങേര് വരുമ്പോ ഞാൻ എന്തു പറയും? എന്റെ ചേച്ചി, എല്ലാവർക്കും കിട്ടും. അടുത്ത മാസം ഓർഡർ ആകും. അതുവരെ ഒന്ന് ക്ഷമിക്ക്. ഹോ, പിള്ളേരെ പഠിപ്പിക്കാൻ ഇത്രയും പാടില്ലല്ലോ. എടി സാവിത്രി, ഗതയ്ക്ക് ഇത്തിരി വെള്ളം കൊടുക്കടി. അല്ല വേണ്ട, ഇത്തിരി ചായ കൊടുക്കടി. ചായയല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയാള് വന്നേക്കാളും മുമ്പ് വേഗം സ്ഥലം വിട്ടോളണം, അല്ലെങ്കിൽ ഇവിടെ ലഹളടക്കും. ഇവിടെ നാളെ മുതൽ ഓട്ടോ പഠിക്കാൻ പോകാനിരുന്ന മനുഷ്യനാണ്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? വാടകയ്ക്ക് കിടക്കണോളുമാരൊക്കെ ഇപ്പൊ കാര്യക്കാരായി. അതെന്താടി അർത്ഥം വെച്ചൊരു സംസാരം? ഞാൻ വാടക കിടക്കാണ്, അത് ശരിയാണ്. പക്ഷെ 5 സെന്റ് ഭൂമി എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അവിടെ ഞാൻ വീട് വെക്കും. നീ കണ്ടോ, അവളൊരു വാർക്ക വീട് കാര്യത്തി വന്നേക്കണം. നിങ്ങളിങ്ങനെ തമ്മിത്തല്ലല്ലേ. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മുടെ വാർഷികാഘോഷമാണ് വരാൻ പോകുന്നത്. ഈ വേളയിൽ എല്ലാവർക്കും ഭവനം, ജോലി ഇവയാണ് നമ്മുടെ സ്വപ്നം. ഇത് നമ്മൾ സഫലീകരിക്കാൻ പോവുകയാണ്. ലോൺ പാസ്സായവരെല്ലാം അതിന്റെ കടലാസ് പണികളുമായി മുന്നോട്ട് പോകണം. എങ്കിൽ നമുക്ക് തൽക്കാലം പിരിയാം. ഇപ്പൊ തന്നെ സമയം 8 മണി കഴിഞ്ഞു. ഇനി വീട്ടിലെത്തുമ്പോ എന്തൊക്കെ പുകിലാണാവോ സംഭവിക്കാൻ പോണത്. നന്ദി പറഞ്ഞൂടി വേഗം. എന്തുട്ടാടോ നോക്കിയാണോ നമ്മള്? പണ്ടാരം അടിച്ചിട്ട് കൂടിപ്പോയല്ലോ. പറ്റില്ലെഴുതിക്കോ. കെട്ടിയിടും, അതിന് രാജപ്പനെ കിട്ടും. കാണാട്ടാ, രാജപ്പനെടുത്ത കളി. പറ്റേ വെള്ളപ്പം കൊടുക്കും. കപ്പലണ്ടി മിഠായി അല്ലേ? മാമൻ ചേച്ചി, ഒരു സിഗരറ്റ്, ഒരു കാജ വീട്, ഒരു തീപ്പെട്ടി. പെട്ടെന്ന് കാശില്ല, നാളെ തരാം. എങ്കിൽ നാളെ തരാം. കാശ് നാളെ വരുമെന്ന്. നാളെ വിമലയ്ക്ക് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ? തരും, തന്നിരിക്കും. നിനക്ക് നാണാവൂലടാ രാജപ്പ, ആ പെണ്ണിനെ കൊണ്ട് വില ഇടിപ്പിച്ച് കഴിയാൻ? നീ ഒരാണല്ലേ, നല്ല ആരോഗ്യമുണ്ടല്ലോ, വല്ല പണിക്കും പോടാ. നിങ്ങൾ നിങ്ങളെ കെട്ടിന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ കാര്യം എന്റെ ഭാര്യ നോക്കിക്കോളും. അവളായതുകൊണ്ട് കൊള്ളാം. ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നിന്റെ അവസാനം നടന്നേനെ. ആ പെങ്കൊച്ചൊരു പാവമായി പോയി. നിന്നെ പോലുള്ള ആണുങ്ങൾ ഭൂമിക്ക് ഭാരാടാ. നിങ്ങളെ വീടിന് തന്നെ തീപ്പിടി തരണ്ട, ഒന്നും തരണ്ട. പക്ഷെ നാളെ പോലും നിങ്ങൾ കടന്നേ എനിക്കൊന്ന് കാണണം. സ്കൂളിന്റെ അടുത്ത് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്, അറിയോ തള്ളക്ക്? അതിനിവിടെ അടുത്ത് എവിടെയാടാ സ്കൂള്? വെണ്ണലേരല്ലേ? 8 രൂപ പോയിന്റ് ബസ്സിന്. നീ ഒന്ന് പോടാർക്കാ. എനിക്ക് പോടാർക്കാ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ പോടാർക്കാ. ചുമ്മാ ആൾക്കാരെ ചിറ്റിക്കാനായിട്ട് കിടക്കണ. പിന്നെ
ആരാണ് പോലും വന്നേ ഇങ്ങട് നോക്കരുത്. ഇതളുകൾ തലയാട്ടി നിൽക്കുന്നൊരാത്മാവിൻ ജീവിത സ്വപ്നങ്ങളാരറിയാം. ഇതളുകൾ തലയാട്ടി നിൽക്കുന്നൊരാത്മാവിൻ ജീവിത സ്വപ്നങ്ങളാരറിയാം. നിഴലുകൾ പിന്തുടരുന്നൊരൻ ജീവിത സ്വപ്നങ്ങളാരറിയാം. അകലെ അകലെ ഇതളുകൾ തലയാട്ടി നിൽക്കുന്നൊരാത്മാവിൻ ജീവിത സ്വപ്നങ്ങളാരറിയാം. വിരിയുന്ന മോഹങ്ങൾ ഉല്ലസിച്ചാടുവാൻ എന്തിനു നീയൊരു മോഹമേകി. വിരിയുന്ന മോഹങ്ങൾ ഉല്ലസിച്ചാടുവാൻ എന്തിനു നീയൊരു മോഹമേകി. സ്വപ്നങ്ങൾ ഭാവങ്ങൾ കൊണ്ടു നീ എന്തിനു ജീവിത സ്വപ്നം പകർന്നു തന്നു. സ്വപ്നങ്ങൾ ഭാവങ്ങൾ കൊണ്ടു നീ എന്തിനു ജീവിത സ്വപ്നം പകർന്നു തന്നു. അകലെ എവിടെയോ നിന്നിഴൽ അകലുകയോ ഓർമ്മതൻ സ്വപ്നങ്ങൾ അലയുകയോ. ജീവിത സ്വപ്നങ്ങൾ അലയുകയോ. ജീവിത സ്വപ്നങ്ങൾ അലയുകയോ. ജീവിത സ്വപ്നങ്ങൾ അലയുകയോ. ജീവിത സ്വപ്നങ്ങൾ അലയുകയോ. മോളെ ആ, ആ കുക്കറൊന്ന് ഓഫ് ചെയ്യാമോ? 4 വിസിലായി. ഇറച്ചി ഇപ്പൊ വെന്ത് കാണും. ഓ, മരുമോള് അമ്മായിയമ്മനെ ഇറക്കി വിടുന്ന രംഗമായിരുന്നു. അപ്പോഴത്തേക്ക് അവന്റെ ഒക്കെ ഒടുക്കത്ത തുടരും. ഇനി ബാക്കി കാണണമെങ്കിൽ തിങ്കളാഴ്ച വരെ കാത്തിരിക്കണ്ടേ? ആ മോളെ, അമ്മയുടെ കുഴമ്പ് തീർന്ന കാര്യം അവനോട് പറഞ്ഞാ? ആ പറഞ്ഞിട്ടുണ്ടമ്മേ, ചേട്ടൻ വരുമ്പോ കൊണ്ടുവരും. ആ പറഞ്ഞെങ്കിൽ മതി.
10 പൈസയുടെ ഓട്ടോ ഇല്ലേ, ഇങ്ങനെ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ രാജപ്പ? എന്നാ പിന്നെ നീ നിന്റെ വീട് കൊണ്ടുവരാ. അതല്ല രാജപ്പ, ഫിനാൻസ് അടക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? CC കാര് വണ്ടി കൊണ്ടുപോകൂലേ? നമുക്ക് പിന്നെ ആ പ്രശ്നമില്ല, 10 പൈസയുടെ കടമില്ല. പ്രകാശ, അവരെയും വിളിച്ചേ. എടാ രാജപ്പ, നീ ആ പഴയ പരിപാടി വീണ്ടും തുടങ്ങിയ? നീ പോടാടുന്നു, ഇത് വേറെന്താ സംഭവം? എന്താ സാറേ? സാറ് വിളിക്കുന്നു. എന്താ സാറേ? ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ പരിചയമുണ്ടോ? എടാ രാജപ്പ, ഇങ്ങ വന്നേ. ഇങ്ങ വന്നേ. അപ്പൊ നിങ്ങക്ക് ആർക്കും ഇയാളെ പരിചയമില്ല? ഇല്ല സാറേ. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഇയാളെ കണ്ട അപ്പൊ തന്നെ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ആർക്കൊന്നും പരിചയമൊന്നും ഇല്ലല്ലോ. പറഞ്ഞപ്പോ ഓർമ്മയുണ്ടല്ലോ? ആർക്കുമില്ല. ശരി പ്രകാശ, കയറിക്കോ, പോയേക്കാം. ശരി സാറേ, ആയിക്കോട്ടെ. പോലീസുകാർ വന്നപ്പോ ഞാൻ അതൊക്കെ പേടിച്ചു. ഓട്ടം വന്നടാ. അപ്പൊ ശരിയാ, ഓക്കെ, കാണാം. എങ്ങോട്ടാ? ആ മെമ്പറിന്റെ വീട്ടിലേക്ക് പോവാനാ. ഞാൻ ആ വഴി പോകട്ടാ. ഓക്കെ. വിമലേ, അവള് കുളിക്കേടാ. അമ്മേ, അരി, പച്ചക്കറി, മീൻ, അമ്മക്കുള്ള കുഴമ്പുണ്ട്, പിള്ളേർക്കുള്ള ബിസ്ക്കറ്റ്. ഇപ്പോഴാടാ എന്റെ മോൻ ഒരു കുടുംബനാഥനായത്. ഈ വീടുണ്ടാക്കാൻ അവൾ എന്തോരം കഷ്ടപ്പെട്ട്. എല്ലാവർക്കും കിടക്കാൻ മുറിയായില്ലേ? നിനക്ക് സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ആയില്ലേ? എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. പരിപ്പ് മാത്രം കഴിച്ച നമുക്ക് ഇറച്ചി, ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരാള്, അത് ഞാൻ കൺമണി ഏൽപ്പിച്ചിരിക്കുക. തമ്പുരാനെ, നീ വലിയവൻ തന്നെയാണ്. ഈ അമ്മ ഇത് എന്തൊക്കെയാ പറയണേ? ഇത് അമ്മയ്ക്ക് ഉള്ളതാണ് കേട്ടോ. വിമലേ, എടി വിമലേ, ഇവിടെ ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? ഒന്നും കഴിച്ചില്ല. അവിടെ ചെല്ലുമ്പോ 2 മണിക്ക് മീറ്റിംഗ് തുടങ്ങണം. എനിക്കറിയാൻ പാടില്ല, ഒരു സാധനം കഴിച്ചിട്ടുമില്ല. എന്ത് നല്ല വീടാന്ന് നോക്കിയേ. നല്ല വീടായിട്ടോ. ലോൺ കിട്ടിയ അങ്ങനെ വേണം. നല്ല രസം. അവിടെ കണ്ടത്, ഇവിടെ കണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ. വാമോളെ, ഇരിക്ക്. ആ വിമലേ, അവരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. വരുന്നമ്മേ. അതാണ്, നല്ല സന്തോഷത്തിലാണല്ലോ. അതെ മോളെ. വിമലേ, നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? അവൾ ഇവിടുന്ന് കുടുംബശ്രീക്ക് പറഞ്ഞു പോകുമ്പോ എന്തുമാത്രം വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അതെല്ലാം ഓർക്കുമ്പോ ഇന്ന് മനസ്സ് വേദനിക്കാണ് മോളെ. എല്ലാരും ഉണ്ടല്ലോ. ഞാൻ റെഡിയാവണായിരുന്നു, ഒത്തിരി വൈകിയോ? ചായ എടുക്കുമോളെ ഇവർക്ക്. ചായ വേണ്ടമ്മേ, വേഗം റെഡിയാവും. നമുക്ക് 2 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. നിന്റെ വീടിന്റെ പണിയാണല്ലോടി ആദ്യം തീർന്നത്. നിന്റെ ഭാഗ്യമുണ്ടടി വിമലെ, നീ അത്രയും കഷ്ടപ്പെട്ട്. അതിനുള്ള കൂലി അള്ളാഹു നിനക്ക് തത്തു. അതിനെന്താ, നീ അടുത്ത മാസം താമസിക്കല്ലേ? പിന്നെന്താ? ആണോടി ഫാത്തിമേ? എല്ലാരും വിളിക്കണോട്ടാ. എല്ലാരും ഉണ്ടല്ലോ. ഓ, ഇന്ന് വാർഷികമാണല്ലേ? രാജിപ്പോ, ഓട്ടോ ഒക്കെ എങ്ങനെയുണ്ട്? ആകെ മാറിയല്ലോ. വിമലേ, ചായ കൊടുത്തായിരുന്നോടി? ചായ വേണ്ടിട്ടാ ഞങ്ങളിപ്പോ ഇറങ്ങുവാ. ആയിക്കോട്ടെ. രാവിലെ ഇറങ്ങിയതാണ്, നമുക്ക് പോകാം. വേഗം പോകാം, വാ. എല്ലാവരുടെയും വീട്ടിൽ ഇത് തന്നെയാണ് അംഗം. ബഹുമാനപ്പെട്ട അധ്യക്ഷന്റെ വാക്ക് കടമെടുത്തുകൊണ്ട് സ്ത്രീകൾ സമൂഹത്തിന്റെ വിളക്ക് തന്നെയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കുടുംബശ്രീ കൂട്ടായ്മയുടെ വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
അനുപമ സ്നേഹത്തിൻ പൊൻതിരിനാളമാ കനലായെരിഞ്ഞൊരീ ജീവിതയാത്രയിൽ കൈത്താങ്ങായി എന്നിൽ നിറഞ്ഞൊരീ കുടുംബശ്രീ എൻ്റെ കുടുംബശ്രീ കുടുംബശ്രീ എൻ്റെ കുടുംബശ്രീ കുടുംബശ്രീ എൻ്റെ കുടുംബശ്രീ. ഈ കുടുംബശ്രീ കൂട്ടായ്മയ്ക്ക് പഞ്ചായത്തിന്റെ വക എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കുടുംബശ്രീ കൂട്ടായ്മ വിജയിക്കട്ടെ! കുടുംബശ്രീ കൂട്ടായ്മ വിജയിക്കട്ടെ! കുടുംബശ്രീ കൂട്ടായ്മ വിജയിക്കട്ടെ! ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും മികച്ച സംഭാവനകൾ നൽകിയ സ്ത്രീകളെ അംഗീകരിക്കുകയും ആദരിക്കുകയും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മികച്ച രീതിയിൽ സ്ത്രീ മുന്നേറ്റം കൈവരിച്ച കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ നാടിന് ഇന്ന് അഭിമാനകരമാണ്. സമൂഹത്തിലെ മറ്റ് സ്ത്രീകൾക്കും മാതൃകയാകാൻ കഴിയും വിധം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഈ കുടുംബശ്രീ പ്രസ്ഥാനം ഭാവി തലമുറകൾക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ.